ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ജസ്നാസ് കിച്ചൻ. ഞാനിന്ന് ചെയ്യാൻ പോകുന്നത് ഒരു അടിപൊളി കട്ട്ലേറ്റ് ആട്ടോ. ഇത് നല്ല വെറൈറ്റി ആയിട്ടുള്ളൊരു കട്ട്ലേറ്റാണ്. ഇത് ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ചെയ്ത് നോക്കുന്നത്. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരുന്നു കഴിക്കാൻ. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കിയിട്ടുണ്ടാവില്ല എന്നുള്ളത് എനിക്ക് എന്തായാലും ഉറപ്പാണ്. കാരണം ഇതെൻ്റെ ഒരു പരീക്ഷണമായിട്ടുള്ള റെസിപ്പി ആയിരുന്നു. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ, ശരിക്കും ഞാൻ പറയാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതേ റെസിപ്പിയിൽ തന്നെ ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ അതിന് മുൻപായിട്ട് നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ താഴെ കാണുന്ന റെഡ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പമുള്ള ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഞാനിടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷനും പെട്ടെന്ന് തന്നെ കിട്ടുന്നതാണ്. അപ്പോൾ ഇതിനു വേണ്ടി ഞാൻ എടുത്തിട്ടുള്ളത് 1 കപ്പ് ചോറാണ്. ഇത് ബാക്കി വന്ന മട്ട അരിയുടെ ചോറാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഏത് അരി വേണമെങ്കിലും എടുക്കാം. ബസ്മതി റൈസ് വേണമെങ്കിൽ അതെടുക്കാം, വെള്ള അരി ആണെങ്കിൽ അതെടുക്കാം, അല്ലെങ്കിൽ മട്ട റൈസ് ആണെങ്കിൽ അതും എടുക്കാം കേട്ടോ. ഏതിൽ ചെയ്താലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാൻ 1 കപ്പ് മട്ട അരിയുടെ ചോറ് എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം. ഒരുപാട് അരഞ്ഞ് പേസ്റ്റായി ഒന്നും പോകണ്ട, ഇതുപോലെ ഒന്ന് ഈ ഒരു പാകത്തിന് കിട്ടിയാൽ മതി. അപ്പോൾ ഇതൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു ഭാഗത്തോട്ട് മാറ്റി വെക്കാം. പിന്നെ നമുക്കൊരു പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാനൊരു 2 മീഡിയം സൈസ് സവോള ചെറുതായി കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് പച്ചമുളക്, ഞാനിപ്പോൾ ഇവിടെ ഒരു 4 പച്ചമുളക് എടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു പൊട്ടാറ്റോ ചെറുതായി മുറിച്ച് അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ പച്ചമുളക് ഇപ്പം ഞാൻ ഇവിടെ 4 എണ്ണം എടുത്തത്. നല്ല എരിവുള്ള പച്ചമുളകായതുകൊണ്ടാണ് ഞാൻ 4 എണ്ണം മാത്രം ചേർത്ത് കൊടുത്തത്. കാരണം ഇതിന് നല്ല എരിവൊക്കെ വരുമ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് വരുന്നത്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഉപ്പ് ചേർക്കുമ്പോൾ തന്നെ ഈ സവാളൊക്കെ ഒന്ന് പെട്ടെന്ന് വഴന്ന് വന്നോളും. അതുപോലെ തന്നെ പൊട്ടാറ്റോ ഒന്ന് വെന്ത് വരണം. അപ്പോൾ അതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. ഈ പൊട്ടാറ്റോ ഒക്കെ നല്ലപോലെ ഒന്ന് കുക്കായി വരണം. ഇനി ഇതിലേക്ക് ഞാൻ 2 മാഗിയുടെ ക്യൂബ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഉപ്പ് ചേർത്തത് കുറച്ചാണ് ചേർത്തത്. ഈ പൊട്ടാറ്റോക്കും ഉള്ളിക്കും വേണ്ടിയുള്ള ഉപ്പ് മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇനി ഞാനിതിലേക്ക് വെജിറ്റബിൾസൊക്കെ ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഉപ്പെല്ലാം ബാലൻസായി വന്നോളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഉപ്പ് ചേർക്കുമ്പോൾ നോക്കിയിട്ട് ചേർക്കുക കേട്ടോ. 2 മാഗിയുടെ ക്യൂബ് ഞാനിപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതും കൂടെ കൂട്ടി നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. ഇപ്പോൾ ഇതിലുള്ള പൊട്ടാറ്റോക്ക് 1/4 ഭാഗം വേവായി വന്നിട്ടുണ്ട് കേട്ടോ. ഞാനിതിലേക്ക് ബീൻസ് ചേർത്ത് കൊടുക്കുകയാണ്. ബീൻസ് ചെറുതായി മുറിച്ച് വെച്ചതാണ്. ഞാനിതിലേക്ക് ഫ്രോസൺ വെജിറ്റബിൾസാണ് ചേർക്കുന്നത്. അപ്പോൾ അതിലുള്ള ബീൻസൊക്കെ വലിയ വലിയ പീസായിരുന്നു. അപ്പോൾ ഞാനതെടുത്ത് ഒന്ന് ചെറുതായി മുറിച്ചതാണ്. അതിൽ ക്യാരറ്റും അതുപോലെ ഗ്രീൻ പീസും ഉണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാം കൂടെ ഇട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ ഇത് ഫ്രോസൺ വെജിറ്റബിൾസ് ആയതുകൊണ്ട് തന്നെ അധികം വേവ് ഉണ്ടാവില്ല. അപ്പോൾ നമുക്കിതിലേക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ മാംഗോ പൗഡറാണിത്. നമ്മുടെ മാങ്ങയുടെ പൊടിയാണ്. അപ്പോൾ അത് വാങ്ങിക്കാൻ കിട്ടും. മാങ്ങ ഉണക്കി പൊടിച്ചതാണ്. അപ്പോൾ അത് ചേർക്കുമ്പോൾ ഒരു പുളിയും എല്ലാം കൂടെ ഉള്ളൊരു ടേസ്റ്റ് ആട്ടോ. നല്ല രസമാണ്. ഇത് ചാട്ട് മസാല പോലെ ഒരു പ്രത്യേക ടേസ്റ്റ് ഉള്ളതാണ്. അപ്പോൾ 1 ടീസ്പൂൺ മാംഗോ പൗഡർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പം മാംഗോ പൗഡർ അവൈലബിൾ അല്ലാന്നുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസ് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ബിരിയാണി പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുത്തത്. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ നല്ല ജീരകത്തിൻ്റെ പൊടി ചേർത്ത് കൊടുക്കുക. ഇനി ഞാനിതിലേക്ക് 1 ടീസ്പൂൺ കറി പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മളൊരു പച്ച ടിന്നിൽ വാങ്ങിക്കാൻ കിട്ടുന്ന ഒരു കറി പൗഡർ ഉണ്ടല്ലോ, അതാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്, മദ്രാസ് കറി പൗഡർ. അപ്പോൾ അതും 1 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒന്ന് വഴറ്റിയെടുത്ത് വെജിറ്റബിൾസൊക്കെ വെന്തെന്ന് ഉറപ്പ് വരുത്തുക. അപ്പോൾ ഈ വെജിറ്റബിൾസൊക്കെ ഇവിടെ നല്ലപോലെ കുക്കായിട്ടുണ്ട് കേട്ടോ. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു സ്മാഷർ എടുത്തിട്ട് ഇതുപോലെ ഒന്നിത് സ്മാഷ് ചെയ്തെടുക്കുക. അപ്പോൾ നല്ലപോലെ ഒന്ന് ഉടച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഇത് നിങ്ങളുടെ കയ്യിൽ ഇതുപോലത്തെ ഒരു സ്മാഷർ ഇല്ലയെന്നുണ്ടെങ്കിൽ ഒരു തവി വെച്ചൊന്ന് ഉടച്ചെടുത്താൽ മതി. നല്ല ഉടഞ്ഞു പോകുമൊന്നും വേണ്ട, ജസ്റ്റ് ഒന്നെല്ലാം കൂടെ മിക്സ് ആവാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് ഉടച്ചെടുക്കുക. അപ്പോൾ ഇതൊക്കെ ഇപ്പോൾ ഒന്ന് ഉടച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല ജ്യൂസ് ആവൊന്നും വേണ്ട, ഒന്ന് ജസ്റ്റ് ഒന്ന് ഉടച്ചെടുത്താൽ മതി. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച ക്രഷ് ചെയ്ത് വെച്ച ചോറുണ്ടല്ലോ, അതും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി ഇത് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കണം കേട്ടോ. അപ്പോൾ അത് കൈകൊണ്ട് തന്നെ ചെയ്യുക. ഒന്ന് ഈ മസാലയൊക്കെ ഒന്ന് ചൂടാറിയ ശേഷം മാത്രം ഇത് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് കൈകൊണ്ട് ചെയ്യുമ്പോഴേ നല്ലോണം എല്ലാ ഭാഗത്തും എത്തുള്ളൂ കേട്ടോ. നമ്മൾ സ്പൂൺ വെച്ച് ചെയ്താലൊന്നും നമുക്ക് ഇതുപോലെ റെഡിയായി കിട്ടില്ല. അപ്പോൾ അത് കൈകൊണ്ട് തന്നെ ചെയ്യാൻ ശ്രമിക്കുക.
അപ്പോൾ നമ്മുടെ കട്ട്ലേറ്റിനുള്ള ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് വേണ്ടത് ഇത് മുക്കിയെടുക്കാനുള്ള ഒരു കോട്ടിംഗ് ആണ്. അപ്പോൾ അതിന് വേണ്ടി ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ മൈദയും 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോറും കൂടെ കുറച്ച് ഉപ്പ് ചേർത്തൊന്ന് മിക്സ് ചെയ്തെടുത്തതാണ്. അതുപോലെ ഇത് ബ്രെഡ് ഒന്ന് ഉണക്കി പൊടിച്ചെടുത്തതാണ്. അപ്പം ഞാനിതുപോലെ കട്ട്ലേറ്റിൻ്റെ പോലെ തന്നെ ഒരു ബോളെടുത്ത് ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇതൊരു ഷേപ്പർ ഉണ്ടെങ്കിൽ അതിൽ വെച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ചെയ്തെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ജസ്റ്റ് നമുക്ക് കഴിക്കാൻ വേണ്ടിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതുപോലെ ഒന്ന് റൗണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഈ മാവിൽ ഒന്ന് മുക്കിയെടുത്ത ശേഷം നമുക്ക് ബ്രെഡ് ക്രംസിൽ മുക്കി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഇത് ഞാൻ ബ്രെഡ് ക്രംസിലൊക്കെ മുക്കി ഒന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ബ്രെഡൊക്കെ സൈഡൊക്കെ കട്ട് ചെയ്യുന്ന ഭാഗങ്ങളൊക്കെ വരുമ്പോൾ അതൊക്കെ ഞാനൊരു കവറിലിട്ട് വെക്കാറാണ്. എന്നിട്ട് ലാസ്റ്റ് നമ്മളിങ്ങനെ കട്ട്ലേറ്റും എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിന് വേണ്ടി പൊടിച്ചെടുക്കാറാണ് ഒരുമിച്ച്. അപ്പോൾ നമുക്കത് വേസ്റ്റായി പോവില്ല. ഇതുപോലെ നമുക്ക് റീയൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ ചെയ്യാം കേട്ടോ എല്ലാവരും. അപ്പോൾ ഇതുപോലെ കുറേ കട്ട്ലേറ്റ്സ് ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഞാൻ ചൂടുള്ള ഓയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാൻ പോവാണ്. അപ്പോൾ കട്ട്ലേറ്റ് ഫ്രൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നന്നായി എണ്ണ ചൂടായ ശേഷം അതിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കുക്ക് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ തീ നന്നായി ചെറുതാക്കി വെച്ചാൽ ഇതിൻ്റെ ഉള്ളിൽ നന്നായിട്ട് എണ്ണ കുടിച്ചു പോകും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് എപ്പോഴും കുക്ക് ചെയ്തെടുക്കുക. നമ്മളെ കട്ട്ലേറ്റ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. നല്ല ക്രിസ്പിയുമാണ്, അതുപോലെ തന്നെ നല്ല ടേസ്റ്റിയുമാണ്. അപ്പോൾ സത്യം പറഞ്ഞാൽ ടേസ്റ്റ് കൊണ്ട് നമ്മളെല്ലാവരും കഴിച്ച് തീർന്നു പോയി. പിന്നെ ഞാൻ കുറച്ച് ജാസ്മിൻ്റെ ബ്രദറിൻ്റെ വീട്ടിലൊക്കെ കൊടുത്ത് വിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ തീർന്നു പോയി. ലാസ്റ്റ് 2 എണ്ണം വന്നപ്പോഴാണ് എനിക്ക് ഓർമ്മ, പഠിച്ചാൽ ഞാൻ ഫോട്ടോ എടുത്തിട്ടില്ലല്ലോ എന്ന്. അപ്പോൾ അത് മാത്രം വെച്ച് ഞാൻ ഫോട്ടോ എടുത്തതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ ഇതിൻ്റെ ഉൾവശം കൂടെ ഒന്ന് കാണിച്ചു തരാം. കണ്ടോ, ഇതുപോലെ നമുക്ക് റൈസും ഇതൊക്കെ കാണാൻ പറ്റും. പക്ഷേ ഞാൻ കൊടുത്തയച്ചപ്പോൾ ബ്രദറിൻ്റെ വൈഫും പറഞ്ഞതുപോലെ തന്നെയാണ് അത് നല്ല ടേസ്റ്റ് ഉണ്ട്, അത് റൈസാണെന്നൊന്നും അറിയാൻ പറ്റുന്നില്ല എന്ന്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളിതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഇതൊന്ന് ഉണ്ടാക്കി നോക്കി അതിൻ്റെ ഫീഡ്ബാക്സും കൂടെ എന്നെ അറിയിക്കാൻ മറക്കരുതേ. പുതിയ വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്. അതുവരേക്കും ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ് ജസ്നാസ് കിച്ചൻ.